നമസ്കാരം. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. പക്ഷേ ചില മണ്ഡലങ്ങളിലെ മത്സരം വിവിധ കാരണങ്ങളാൽ കൂടുതൽ ശക്തമാകുന്നുമുണ്ട്. അങ്ങനെ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് പേരാവൂർ. പേരാവൂർ മണ്ഡലത്തിലൂടെയാണ് ഇന്ന് വോട്ട് ടോക്കിന്റെ സഞ്ചാരം. ഇരുഭാഗത്തും സ്ഥാനാർത്ഥികളായി ശക്തരായ നേതാക്കൾ വന്നതോടെയാണ് പേരാവൂർ മണ്ഡലം ശ്രദ്ധാകേന്ദ്രമായത്. LDF സ്ഥാനാർത്ഥിയായി CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചറും UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MLAയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫും മാറ്റുരയ്ക്കുമ്പോൾ പേരാവൂർ ആർക്കൊപ്പം നിൽക്കാനാണ് സാധ്യത? സണ്ണി ജോസഫിന് തന്നെ കൈകൊടുക്കുമോ അതോ ശൈലജ ടീച്ചറെ പേരാവൂർ തിരിച്ചു വിളിക്കുമോ? പരിശോധിക്കാം. വിനീഷ്, ഈ പേരാവൂർ മണ്ഡലം കണ്ണൂരിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 9 മണ്ഡലം മാത്രമാണ് LDFന് കിട്ടിയത്. ബാക്കി 2 മണ്ഡലങ്ങൾ കോൺഗ്രസിന് പോയി. അതൊന്ന് കുറേ കാലങ്ങളായി UDFൻ്റെ മണ്ഡലം എന്ന് പറയാവുന്ന പേരാവൂർ. ആ പേരാവൂർ മണ്ഡലം ഇത്തവണ കൂടുതൽ ശ്രദ്ധേയമായത് കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന CPM നേതാവുമായ KK ശൈലജ ടീച്ചറെ അവിടേക്ക് മാറ്റുന്നു. അവരുടെ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന്, മട്ടന്നൂരിലെ കാര്യമൊക്കെ നമുക്കറിയാം, 2021 60,000-ലധികം മികച്ച ഭൂരിപക്ഷത്തോടെയാണ് അവരവിടെ വിജയിച്ചത്. അവരുടെ ആ മണ്ഡലം മാറ്റി അവരെ പേരാവൂരിലേക്ക് മാറ്റുന്നു എന്ന് കേട്ടപ്പോൾ മുതലാണ് പേരാവൂർ രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇത്തവണ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെ വിലയിരുത്താം? ഈ പേരാവൂർ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അത് നേരത്തെ തന്നെ വലിയ ശക്തമായ മത്സരം നടന്ന മണ്ഡലം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണയാണെങ്കിലും വലിയ വ്യത്യാസമില്ലാതെ 3153 വോട്ടിന് മാത്രം UDF സ്ഥാനാർത്ഥി, അതായത് സണ്ണി ജോസഫ് വിജയിച്ച ഒരു മണ്ഡലമാണ്. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലായാലും ഒരു 7000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ KK ശൈലജ തന്നെ പേരാവൂരിൽ ഒരിക്കൽ സണ്ണി ജോസഫ് മത്സരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു 3500 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. 2011. അങ്ങനെ വലിയ വ്യത്യാസമില്ലാതെ UDF LDFും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ പേരാവൂർ. 2011 KK ശൈലജ തോറ്റ മണ്ഡലമാണ് പേരാവൂർ എന്നതാണ് ശ്രദ്ധേയം. അതിനുശേഷം KK ശൈലജ എന്ന CPMൻ്റെ നേതാവ് ഒരുപാട് മാറിയിട്ടുണ്ട്. അവരുടെ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ മന്ത്രിസഭയിൽ അവർ ആരോഗ്യമന്ത്രിയായിരുന്നു കോവിഡ് കാലത്തൊക്കെ. അതെ, ആ സമയത്ത് അവരുടെ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു. അതായത് ഒരു തുടർ ഭരണത്തിന് പോലും കേരളത്തിൽ വഴിയൊരുക്കിയത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ KK ശൈലജയുടെ പ്രവർത്തനമാണ്. അതിനുശേഷമാണ് അവർ മട്ടന്നൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷം, 60,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തത്. ഇപ്പം വീണ്ടും ഒരു 3 തവണ MLA ആയിരിക്കുന്ന സണ്ണി ജോസഫ് ഇപ്പോൾ KPCC പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ ആ KPCC പ്രസിഡന്റ് നേരിടാനായിട്ട് KK ശൈലജ എന്ന ശക്തയായ CPMൻ്റെ ഒരു നേതാവ്, 5 തവണ മത്സരിച്ച് 4 തവണ MLA ആയ ഒരു നേതാവ് അവിടെ വരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് മായ പറഞ്ഞതുപോലെ പേരാവൂർ ഇത്തവണ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയും അവിടെ ഒരു വലിയ ശക്തമായ മത്സരം നടക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ നേർക്കുനേർ പോരാടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ BJPയുടെ NDAയിൽ BDJSൻ്റെ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഒരു 7% താഴെ വോട്ടാണ് ഇതിന് മുമ്പൊക്കെ അവിടെ കിട്ടിയിരുന്നത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് മാറുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാമെങ്കിലും അവിടെ വിജയിക്കുക ആര് എന്ന് ചോദിച്ചാൽ ഇവർ തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് വിജയിക്കുന്നു എന്ന് തന്നെയായിരിക്കും അവിടെ വിലയിരുത്തുന്നത്. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റുമ്പോൾ ഒരു വലിയൊരു ട്രാൻസ്ഫർ ആണല്ലോ നടന്നിരിക്കുന്നത്. അങ്ങനെ പാർട്ടിക്ക് പല ന്യായീകരണങ്ങളുമുണ്ട്. സണ്ണി ജോസഫിനെതിരെ മത്സരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി പേരാവൂർ തിരിച്ചു പിടിക്കുക, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒപ്പം ടീച്ചറെ ഒരു ചാവേറാക്കുക കൂടിയാണ് ചെയ്യുന്നത്. അത് നമ്മളൊന്നും പറയുന്നതല്ല, പാർട്ടിക്കാർ തന്നെ, അണികളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വിവരങ്ങളാണത്. നമ്മുടെ ഈ പേരാവൂരിൻ്റെ ചരിത്രം എടുത്താൽ ആ ചരിത്രത്തിൽ 2 തവണ മാത്രമാണ് ഈ ഇടതുമുന്നണിക്കൊപ്പം ആ മണ്ഡലം നിന്നിട്ടുള്ളത്. അത് ഒരു തവണ അതിനെ വിജയിപ്പിച്ചത് KK ശൈലജ തന്നെയാണ്. ഇപ്പോൾ KK ശൈലജ മട്ടന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാറുമ്പോഴാണ് ഈ ചർച്ചകളൊക്കെ വരുന്നത്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നീക്കമായിട്ട് കൂടി അതിനെ നമുക്ക് കാണാൻ പറ്റും. കാരണം കഴിഞ്ഞ തുടർച്ചയായി UDF ജയിക്കുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിക്കുന്ന ഒരു മണ്ഡലമാണ് പേരാവൂർ. ഈ പേരാവൂർ പിടിക്കുക എന്നൊരു ലക്ഷ്യം CPMനുണ്ട്.
അപ്പോൾ അങ്ങനെ പേരാവൂർ UDFൻ്റെ ഒരു കുത്തക മണ്ഡലമായി വലിയ വ്യത്യാസമില്ലാതെ അവർ നിലനിർത്തുന്ന ഒരു മണ്ഡലം പിടിക്കാൻ എന്നുള്ളൊരു ശ്രമമായും അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം കെ ശൈലജ പോലുള്ള ഒരു വലിയ നേതാവിനെ അവിടെ ഇറക്കുമ്പോൾ അവർക്ക് ഒരു CPM വോട്ട് അതുപോലെ നിലനിർത്തുന്നതിനൊപ്പം തന്നെ കെ ശൈലജ മറ്റൊരു തരത്തിലേക്ക് ഒരുപാട് വളർന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവരൊരു ജനപ്രിയയായ ഒരു മികച്ച നേതാവ്, അവരുടെ ആ ഒരു ഡയമെൻഷൻ, അതായത് അവർ പേരാവൂരിൽ തോക്കുന്ന കെ ശൈലജയും ഇപ്പോൾ ഒരു 15 വർഷത്തിന് ശേഷം അവിടെ വന്ന് വീണ്ടും മത്സരിക്കുന്ന കെ ശൈലജയും തമ്മിലൊരു താരതമ്യം പോലുമില്ല. അത്രയ്ക്കും അവർ വളർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം ഭരണം CPM അല്ലെങ്കിൽ LDF ലക്ഷ്യമിടുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ മണ്ഡലവും നിർണായകമാണ്. ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരെ 11 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങൾ CPM-നൊപ്പമാണ്. ഇരിക്കൂറാണ് UDF-നൊപ്പം ഉള്ളത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ കണ്ണൂരിൽ ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ CPM-ന് തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് പേരാവൂരാണ്. ആ പേരാവൂർ പിടിക്കാൻ അവർ ഈ സംസ്ഥാനത്ത് അവർക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഇറക്കി എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്തൊക്കെ ഈ കെ ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നു, മട്ടന്നൂർ കിട്ടിയില്ലെങ്കിൽ ഞാൻ മത്സരരംഗത്തേ ഇല്ല എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ പോയതാണ്. പിന്നെ പാർട്ടിയെ അനുസരിക്കേണ്ടി വന്നു. അതാണ് ഉണ്ടായത്. അല്ല, അത് തീർച്ചയായിട്ടും ഒരു മട്ടന്നൂരെ സംബന്ധിച്ചുള്ള CPM-ന് ആര് വേണേലും നിർത്താം. CPM-ന്റെ ഏത് സ്ഥാനാർത്ഥി നിന്നാലും ജയിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് ഈ കെ ശൈലജ എന്ന വലിയ താരത്തെ അല്ലെങ്കിൽ വലിയ നേതാവിനെ ആവശ്യമില്ല. അപ്പോൾ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു നേതാവിനെ അവർ ഉദ്ദേശിക്കുന്നത് ലഭിക്കാത്തൊരു മണ്ഡലം അല്ലെങ്കിൽ CPM-ന് കയ്യെത്തും ദൂരത്തല്ലാത്ത ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് അവിടുത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവിടെ വിജയിപ്പിക്കുക എന്നൊരു ഉദ്ദേശം CPM മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടിക്കൊപ്പം പതിറ്റാണ്ടുകളായി യാത്ര ചെയ്യുന്ന അതിൻ്റെ ഒരു പ്രധാന നേതാവായി ഒരുപക്ഷെ അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് പോലും ഒന്നാം പിണറായി സർക്കാരിന് ശേഷം നമ്മൾ കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വനിതാ നേതാവാണ്. അങ്ങനെ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊരു സങ്കല്പത്തിലേക്ക് വരെ കൊണ്ടുവന്നു കെ ശൈലജ. പാർട്ടി ഒരിക്കലും അങ്ങനെ ചർച്ച ചെയ്തതായിട്ട് കേട്ടതേയില്ല. ഇല്ല, പാർട്ടി ചർച്ച ചെയ്തില്ലെങ്കിലും കേരളം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് ഇടതുപക്ഷത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നും അതൊക്കെ ഉണ്ടായോ ഇല്ലെന്നുള്ളത് അപ്പുറത്താണ്. പക്ഷേ അവിടെയാണ് കേരളം അങ്ങനെ കരുതിയിരുന്ന ആ ഒരു മുതിർന്ന നേതാവിനോട് പാർട്ടി കാണിച്ച ആ ഒരു സമീപനമുണ്ടല്ലോ, ഇപ്പോൾ യുവ നേതാക്കളോടൊക്കെ ചെയ്യുന്ന ഒരു സമീപനമാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്ന പേരാവൂർ പോലെയുള്ള UDF-ന് അത്രയും ശക്തമായൊരു മണ്ഡലം, അവിടേക്ക് ഇപ്പോൾ ഒരു യുവ നേതാവിനെയാണെങ്കിൽ അങ്ങനെ വിടാം, വിയർത്തൊലിച്ച് ശക്തമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ പോയി നേടട്ടെ എന്ന് വിചാരിക്കാം. അങ്ങനെ പല ആളുകളെയും പരീക്ഷിച്ച പാർട്ടിയാണ് CPM. പക്ഷേ അത് ഈ ശൈലജ ടീച്ചറെ പോലെ ഇത്രയും മുതിർന്ന ഒരാളോട് കാണിക്കുമ്പോൾ അവിടെയാണ് തർക്കങ്ങളൊക്കെ വരുന്നത്. അത് പാർട്ടിക്കുള്ളിലും അണികൾക്കിടയിലും ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ജയിച്ചാലും തോറ്റാലും അത് പാർട്ടിയിൽ വലിയ അസ്വാരസ്യങ്ങളിലേക്കായിരിക്കും പോവുക. അല്ല, അതിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഈ പല പരീക്ഷണങ്ങളും CPM ഈ പേരാവൂരിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പരീക്ഷണങ്ങളൊന്നും തന്നെ ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഭൂരിപക്ഷം നമുക്കത് മനസ്സിലാവും. കാരണം ഏറ്റവും അവസാനം, അതായത് 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ സണ്ണി ജോസഫിനുണ്ടാകുന്ന ഭൂരിപക്ഷവും 2011 ഭൂരിപക്ഷവും അതുപോലെ അവസാന തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷവും ഒക്കെ വളരെ നേർത്തതാണ്. അപ്പോൾ അവിടെ ആ കോൺഗ്രസിൻ്റെ പരീക്ഷണം വലിയ ശക്തമായ ഒരു നേതാവ് അവിടെ നിൽക്കുന്നു. അവിടെ CPM നടത്തുന്ന പരീക്ഷണങ്ങളൊന്നും തന്നെ വിജയത്തിലെത്തുന്നില്ല. പക്ഷേ വിജയത്തിന് അടുത്തൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഒരു യുവ നേതാവിനെ പരീക്ഷിക്കുന്നതിനപ്പുറം ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരാളെ കൊണ്ടുവരുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ കെ ശൈലജയെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിന് ഒരു സുരക്ഷിത മണ്ഡലം CPM-ന് കൊടുക്കാവുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ തവണ മന്ത്രിസഭയിലേക്ക് വീണ്ടും സർക്കാർ അധികാരത്തിൽ വന്നാൽ ആരോഗ്യവകുപ്പ് പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിണറായി വിജയന് ശേഷം ഒരു മുഖ്യമന്ത്രിയെ പരിഗണിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊരു ചർച്ച വന്നാലോ അതൊക്കെ രാഷ്ട്രീയ കേരളം പറയുന്നു എന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഇനിയിപ്പോൾ CPM തന്നെ അധികാരത്തിൽ വരികയാണ്, LDF തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ ശൈലജ ടീച്ചർ മന്ത്രിസ്ഥാനത്ത് എത്തുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല.
ഇല്ല, അങ്ങനെ ഉറപ്പൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊക്കെ പരിഗണിക്കാവുന്ന ഒരു നേതാവായതുകൊണ്ട് അവർക്ക് പക്ഷേ സണ്ണി ജോസഫിന്റെ കാര്യം അങ്ങനെയല്ല. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഉറപ്പാണ് സണ്ണി ജോസഫ് മന്ത്രിസ്ഥാനത്തുണ്ടാവും. ആ ഒരു ഉറപ്പ് ശൈലജ ടീച്ചറുടെ കാര്യത്തിലില്ല. ശൈലജ ടീച്ചർ ജയിക്കുന്നു, പാർട്ടി അധികാരത്തിൽ വന്നാൽ പോലും ഒരുപക്ഷെ ഉണ്ടാവില്ല. ഇതൊക്കെ വോട്ടർമാർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എത്ര ന്യായീകരണങ്ങൾ പാർട്ടി വെച്ചാലും പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും പേരാവൂരിൽ ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു വീക്ഷണം. അല്ല, പേരാവൂരിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തുടർച്ചയായി അതൊരു UDF മണ്ഡലം തന്നെയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു സാധ്യത വേണ്ടേ? CPM പോലൊരു പാർട്ടിക്ക് ഈ 3.0 ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിക്ക് ഒരു സീറ്റ് വളരെ നിർണായകമാണ്. ഇപ്പം KK ശൈലജയെ മട്ടന്നൂരിൽ നിർത്തിയാൽ KK ശൈലജ ജയിക്കും, CPM ഒരു സീറ്റ് കിട്ടും. KK ശൈലജ അല്ലാതെ മറ്റൊരാൾ മട്ടന്നൂരിൽ വന്നാലും CPM ജയിക്കും, അവിടെ ഒരു സീറ്റ് കിട്ടും. അപ്പോൾ അവിടെ ടോട്ടൽ നമ്പറിൽ ഒരു മാറ്റവും CPM ഉണ്ടാവുന്നില്ല. പക്ഷേ പേരാവൂരിൽ വന്ന് അവിടെ ബിനീഷ്, ഈ 2006 KK ശൈലജ വിജയിച്ചല്ലോ പേരാവൂരിൽ. അന്ന് ഈ മട്ടന്നൂരിൻ്റെ ഭൂരിഭാഗം ഭാഗവും പേരാവൂരിനൊപ്പമായിരുന്നു. പിന്നെയാണല്ലോ പല സ്പ്ലിറ്റും ഉണ്ടായല്ലോ മണ്ഡലങ്ങളിലൊക്കെ, സംസ്ഥാനത്ത് ആകമാനമുണ്ടായിരുന്നു, പല മണ്ഡലങ്ങളിലും അത് വന്നു. അങ്ങനെ വന്നപ്പോൾ ആ മട്ടന്നൂർ, അന്നുണ്ടായിരുന്ന ആ മട്ടന്നൂർ ഇപ്പോൾ അവിടെ ഇല്ല. ആ മട്ടന്നൂരിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ മട്ടന്നൂർ മണ്ഡലം എന്ന് പറയുന്നത്. ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണയൊക്കെ ജയിച്ച 2021 60,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ ഭാഗമൊക്കെ, അതൊക്കെ അന്ന് 2006 ഇവർ പേരാവൂരിൽ മത്സരിക്കുമുണ്ടായിരുന്നതാണ്. അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അന്ന് വിജയിച്ചതുപോലെ പെട്ടെന്ന് അങ്ങ് വിജയിച്ച് കയറാൻ പറ്റുമെന്ന പ്രതീക്ഷ എളുപ്പമല്ല. അല്ല, അതുകൊണ്ടാണ് രണ്ടാമത് അവിടെ KK ശൈലജ പേരാവൂരിൽ തോറ്റത്. അതുകൊണ്ടാണ്. അതെ. അപ്പോൾ അങ്ങനെ അവിടെ KK ശൈലജ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത മണ്ഡലമാണ് പേരാവൂർ. അപ്പോൾ അവിടെയാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ച് KK ശൈലജ കൊണ്ടുവരുന്നത്. അപ്പോൾ CPM രാഷ്ട്രീയമായി പ്രതീക്ഷിക്കുന്നത് അന്ന് തോറ്റ അന്ന് ജയിച്ച ആ രണ്ട് ശൈലജയും അല്ല ഇപ്പോഴത്തെ KK ശൈലജ എന്ന് പറയുന്നത് കേരള ജനതയ്ക്ക് തന്നെ. അപ്പം ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം അവിടെയുണ്ട്. മാത്രമല്ല സണ്ണി ജോസഫിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും KPCC പ്രസിഡന്റുമായ ഒരാളെ അവിടെ ആ സാഹചര്യത്തിൽ പരാജയപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. നേരത്തെ മായ സൂചിപ്പിച്ചതുപോലെ, മാത്രമല്ല ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടായാൽ, UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായും സണ്ണി ജോസഫ് മന്ത്രിയാവുമെന്ന് മാത്രമല്ല ഒരു നിർണായകമായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ സണ്ണി ജോസഫ് ഉണ്ടാവും. അപ്പം അതൊക്കെ അവിടെ ചർച്ചയാവുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എങ്ങനെ വന്നാലും ആ മണ്ഡലത്തിൽ ഒരു വലിയ പോരാട്ടത്തിനുള്ള കളം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, അവിടുത്തെ BDJ സ്ഥാനാർത്ഥിയാണ്. കാരണം നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തെ അവിടെ BDJS NDA സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിർത്തുമ്പോൾ NDAക്ക് കഴിഞ്ഞ തവണയൊക്കെ ഒരു 7,000-നകത്ത് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ആ വോട്ടും ഒരു നിർണായക ഘടകം തന്നെയാണ്. അതെങ്ങോട്ടും മാറും എന്നതും ഒരു ഘടകമല്ലേ? അതെ, അവിടെ വോട്ട് കൂടിയാലും അത് നിർണായകമാവും. കാരണം BDJS അവിടെ NDA സ്ഥാനാർത്ഥി ഈ പറയുന്ന 7% വോട്ടിന് മേലോട്ട് പോയാലും അത് ബാധിക്കും. കാരണം വളരെ നേരിയ വ്യത്യാസത്തില്ല. കാരണം ഇത്രയും ശക്തമല്ലാത്ത സ്ഥാനാർത്ഥികൾ നിന്നപ്പോൾ പോലും വളരെ നേരിയ വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ അവിടെ BDJSന്റെ സ്ഥാനാർത്ഥി വോട്ട് കൂടുതൽ പിടിച്ചാലും അത് ഫലത്തെ മാറ്റും. ഇനി വോട്ട് കുറഞ്ഞാലും ഈ പറയുന്ന ആ വോട്ട് എങ്ങോട്ട് പോകുന്നതനുസരിച്ചിട്ട് അവിടെ ഫലം നിർണ്ണയിക്കപ്പെടും. അപ്പം അവിടെ വിജയിക്കാൻ യാതൊരു സാധ്യതയും നിലവിൽ BDJSനില്ല. വോട്ടിൽ മാത്രം മാറ്റം വരും. അതുമാത്രമാണ് അവിടെ നമുക്കിപ്പോൾ വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ അവിടെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ BDJS വളരെ നിർണായകമാകുന്നത്, BDJSന്റെ വോട്ട് KK ശൈലജ ജയിക്കണമോ സണ്ണി ജോസഫ് ജയിക്കണമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അവിടെ NDAയുടെ വോട്ടുകളാണ്. അപ്പോൾ ആ വോട്ടിൻ്റെ വ്യത്യാസം ഈ ഫലത്തെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സണ്ണി ജോസഫ് വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. സണ്ണി ജോസഫ് പറഞ്ഞത്, ശൈലജ ടീച്ചറാണ് സ്ഥാനാർത്ഥി, LDFൻ്റെ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞ സമയത്ത് സണ്ണി ജോസഫ് പറഞ്ഞത്, ഞാൻ 10,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നൊരു ഉറപ്പാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ അത് എന്തുകൊണ്ടാണ് അത്രയ്ക്കും ആത്മവിശ്വാസം വരുന്നത്? ശൈലജ ടീച്ചറെ പോലെ ഒരാൾ വരുമ്പോൾ സാധാരണ രീതിയിൽ മനസ്സിലൊരു ചെറുതായെങ്കിലും ഒരു ഭയം വരേണ്ടതാണ്. പക്ഷെ അതുണ്ടായില്ല. സണ്ണി ജോസഫിന് നേരെ വിപരീതമാണ്, കൂടുതൽ ആത്മവിശ്വാസമാണ് ഉണ്ടായത്. എന്തുകൊണ്ടായിരിക്കും അത്? ഒരു പക്ഷേ 5 വർഷക്കാലമായി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരാളാണ്. മാറ്റി നിർത്തിയ
പ്രത്യക്ഷമായി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും, അങ്ങനെയൊന്നും പാർട്ടി അങ്ങനെ ഒരു ഘടകം, അങ്ങനെ ഒരു നിർണായക തീരുമാനമൊന്നും ആരെ അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളൊക്കെ കാണുന്നതാണത്. ഒരു ഒതുക്കി മാറ്റൽ, മാറ്റി നിർത്തൽ, അത് തന്നെയാണ് ഉണ്ടായത്. ഒരു പ്രതിരോധശേഷിയൊക്കെ നഷ്ടപ്പെട്ട ഒരു നേതാവ്, അവരോടാണ് ഞാൻ മത്സരിക്കുന്നത്, ഉറപ്പായും ഞാൻ ജയിക്കും. ആ ഒരു ആത്മവിശ്വാസമല്ലേ സണ്ണി ജോസഫിൻ്റെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് വളരെ ശരിയാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് ആ നറേറ്റീവ് പ്ലേസ് ചെയ്യാനും കഴിയും. കാരണം നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാർ വരുമ്പോഴേക്കും മുതിർന്ന നേതാക്കന്മാരെയൊക്കെ, പിണറായി ഒഴികെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം മാറ്റി നിർത്തി. കുറേ പേരെ മത്സരിക്കാൻ പോലും മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തി. മത്സരിച്ച് വിജയിച്ച ഷാലിയ ടീച്ചറെ പോലുള്ളവരെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി. അങ്ങനെ പൂർണ്ണമായും അങ്ങനെ ഒരു മുതിർന്ന തലമുറയെ CPM മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട KK ശൈലജയാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് സണ്ണി ജോസഫ് എന്തായാലും അവിടെ അങ്ങനെ ആ നറേറ്റീവിന് അവിടെ ഒരു സ്ട്രെസ് കൊടുക്കും. രണ്ടാമത്, അദ്ദേഹത്തിന് വീണ്ടും പറയാൻ കഴിയും. കാരണം CPMൻ്റെ ഇപ്പോഴിരിക്കുന്ന ഈ നേതൃത്വം, അല്ലെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ ഇടതു മുന്നണിയിൽ KK ശൈലജയ്ക്ക് വീണ്ടും ഒരു നല്ല സ്ഥാനം പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ അവർക്ക് കൊടുക്കില്ല, അവരെ ഒതുക്കി നിർത്തിയിരിക്കുന്നതാണ്. ഇനി നേരത്തെ മായ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷം വന്നാലും KK ശൈലജയ്ക്ക് വേണ്ട പരിഗണന ലഭിക്കില്ല. മറിച്ച് ഞാനാണ് ജയിക്കുന്നതെങ്കിൽ എനിക്കൊരു വലിയ സ്ഥാനം കിട്ടും, അത് മണ്ഡലത്തിൻ്റെ ഒരു വലിയ സ്ഥാനമായി മാറും. അപ്പോൾ അങ്ങനെ ആ ഒരു നറേറ്റീവ് അവിടെ കൊണ്ടുവരിക എന്നുള്ളത് സണ്ണി ജോസഫിൻ്റെ ആവശ്യമാണ്. അപ്പം സണ്ണി ജോസഫിന് അവിടെ KK ശൈലജ വരുമ്പോൾ അതിനെ എതിർത്ത് പറയാൻ കഴിയുന്നതും കൊണ്ടുവരാൻ കഴിയുന്നതുമായ ഏറ്റവും മികച്ചൊരു നറേറ്റീവ് അദ്ദേഹം കണ്ടുപിടിച്ചാണ്. അതാണ് അദ്ദേഹം ആത്മവിശ്വാസമായി പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത്രയ്ക്കും ആത്മവിശ്വാസത്തിന് ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് ഏതാണ്ട് ഇപ്പോൾ ആ പേരാവൂർ മണ്ഡലത്തെ മറ്റൊന്ന് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ മറ്റൊന്ന്, പേരാവൂരിൽ 15 വർഷക്കാലമായി ഉള്ള ആളാണ് സണ്ണി ജോസഫ്. അവിടുത്തെ ഒരു ജനകീയൻ കൂടിയാണ് സണ്ണി ജോസഫ്. എല്ലാ കാര്യങ്ങൾക്കും ആളുകളിടയിൽ ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അത് അവിടെയുള്ള ആളുകളുടെ സംസാരത്തിൽ നിന്നും നമുക്കത് വ്യക്തമാണ്. ശൈലജ ടീച്ചറേക്കാൾ കൂടുതൽ അതുണ്ട്, സ്വാധീനമുണ്ട്. ഒപ്പം അതൊരു ക്രിസ്ത്യൻ മണ്ഡലം, അങ്ങനെ തന്നെ വേണം, ക്രിസ്ത്യൻ പക്ഷം, ക്രിസ്ത്യൻ മതവിഭാഗം കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ പേരാവൂർ എന്ന് പറയുന്നത്. പിന്നെ താമരശ്ശേരി രൂപത, അതും അവിടെയാണ് വരുന്നത്. ആ ഒരു സ്വാധീനം, ഇതൊക്കെ സണ്ണി ജോസഫിന് ലഭിക്കുന്ന ഗുണങ്ങളാണ്. ആ ഒരു വിശ്വാസമൊക്കെ കൊണ്ടായിരിക്കാം ഇത്രയും ആത്മവിശ്വാസം. അല്ലെ, ഇതൊക്കെ ഈ ഘടകങ്ങളൊക്കെ സണ്ണി ജോസഫിന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും കിട്ടിയിട്ടുണ്ട്. അതെ. പക്ഷേ ഈ പറയുന്ന ജനകീയതയൊന്നും ഈ വോട്ട് വർദ്ധിപ്പിക്കുന്നിടത്ത് കൊണ്ടെത്തിക്കാനായിട്ട് സണ്ണി ജോസഫിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം സണ്ണി ജോസഫിൻ്റെ ഭൂരിപക്ഷം, അപ്പം 3ാം തവണ MLA ആകുമ്പോൾ ഉണ്ടാകുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് പറഞ്ഞാൽ 2 തവണ മികച്ച തരത്തിൽ പ്രവർത്തിച്ച ഈ പറയുന്ന എല്ലാ അനുകൂല ഘടകമുള്ള സണ്ണി ജോസഫിന് എന്തുകൊണ്ടാണ് ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടേ ഇല്ല? കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയത് 3153 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമാണ്. അപ്പോൾ ഭൂരിപക്ഷം ഉയർത്താൻ കഴിയുന്നത് അതിനൊരു കാരണം കൂടെ വെച്ചാൽ അവിടെ പാർട്ടി CPM എന്ന് വളരെ കേഡർ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന, പൊതുവെ കണ്ണൂർ ജില്ലയിൽ വളരെയധികം ശക്തമായ കേഡർ സംവിധാനമുള്ള CPM ഈ പറയുന്ന പേരാവൂരിലും അവരുടെ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ CPM വോട്ടുകൾ അങ്ങനെ പോകാതെ സംരക്ഷിക്കാനായിട്ട് CPMന് കഴിയുന്നുണ്ട്. അതോടൊപ്പം അത് അങ്ങനെ ഒരു വശം നിൽക്കുന്നു. ഇപ്പുറത്ത് ഈ പറഞ്ഞ സണ്ണി ജോസഫിന് അനുകൂലമായ ഈ മായ സൂചിപ്പിച്ച ഘടകങ്ങളെല്ലാം അവിടെ നിൽക്കുന്നു. അങ്ങനെ സണ്ണി ജോസഫും സുരക്ഷിതമായി നിൽക്കുന്നു. പക്ഷേ ഇവിടെ KK ശൈലജ വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? അവർക്കുള്ള ഒരു രാഷ്ട്രീയത്തിന് അതീതമായി അവർക്ക് കിട്ടുന്ന പരിഗണനകൾ, ഒരു സ്ത്രീ എന്ന പരിഗണന, ഒരു മികച്ച വനിതാ നേതാവെന്നുള്ള പരിഗണന, മാത്രമല്ല രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപാട് പേർക്ക് സ്വീകാര്യതയുള്ള ഒരു ആരോഗ്യമന്ത്രിയായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞതും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് ഘടകമാണ്. അത് വോട്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത് ഈ പറയുന്ന അവിടെ BDJSൻ്റെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി വഹിക്കുന്ന പങ്ക്, അവർ തീർച്ചയായിട്ടും അവിടുന്ന് ആ വോട്ട് എത്രമാത്രം, കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കാനുള്ള ഒരു സാധ്യത ഈ സ്ഥാനാർത്ഥിക്കുണ്ട്. ഒപ്പം തന്നെ CPMൻ്റെ വോട്ടുകൾ പിടിക്കാനുള്ള ഒരു, അതായത് CPM അനുഭാവ വോട്ടുകൾ. BDJSൻ്റെ സ്ഥാനാർത്ഥി പഴയ കോൺഗ്രസ്സുകാരനുമാണ്. അതെ, അതൊക്കെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, കേളകം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അങ്ങനെ വളരെ സജീവമായ നേതാവാണ്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ബെൽറ്റിലേക്ക് കടന്നു കയറാൻ കഴിയുന്ന നേതാവ്. അതെ. അപ്പം ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈസ്തവ മേഖലയിലേക്ക് കടന്നു കയറി ആ വോട്ടുകൂടെയൊക്കെ
സ്വരൂപിക്കാനായിട്ട് ഈ BDJ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ അങ്ങനെ വന്നാൽ സണ്ണി ജോസഫിന് വലിയ നഷ്ടം ഉണ്ടാവും. അപ്പം ആ നഷ്ടം സണ്ണി ജോസഫിന് ചെറിയ നഷ്ടം പോലും പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് അവിടെ ഒരു നഷ്ടവും ഉണ്ടാവാതെ കാക്കേണ്ട ആവശ്യം സണ്ണി ജോസഫിനുണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന BDJ സ്ഥാനാർത്ഥി എത്രമാത്രം ക്രൈസ്തവ വോട്ടുകൾ പിടിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാവ് എന്ന തരത്തിൽ ആ തരത്തിൽ ഏതെങ്കിലും കുറച്ച് വോട്ടുകളെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ സണ്ണി ജോസഫിന് അവിടെ തിരിച്ചടിയാനുള്ളൊരു സാഹചര്യം ഒരുക്കാം. അപ്പം അതൊന്നും വരാതെ നോക്കുക, പരമാവധി വോട്ടുകൾ സമാഹരിക്കുക, ഒരു ശക്തമായ പോരാട്ടം കൊണ്ടുപോവുക, ഒപ്പം തന്നെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് നിൽക്കുക. UDF അധികാരത്തിൽ വന്നാൽ ഞാനൊരു നിർണായകമായ സ്ഥാനത്തുണ്ടാകും, അത് പേരാവൂർ എന്ന മണ്ഡലത്തിന് വലിയ ഗുണകരമാകുമെന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സണ്ണി ജോസഫ് വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെ നേരത്തെയൊക്കെ സണ്ണി ജോസഫ് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽമ്പോൾ അവിടെ K. സുധാകരൻ എന്ന് പറഞ്ഞ അധികായൻ ആരെയും തലയും ഉറക്കി അവിടെ രംഗത്തുണ്ട്. പക്ഷേ ആ ഒരു സജീവത ഇപ്പോൾ K. സുധാകരൻ ഇല്ല. അതും സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഒരു തിരിച്ചടിയാകാനുള്ള ഒരു സാഹചര്യമൊക്കെ കണ്ണൂരിൽ ഈ പറയുന്ന പേരാവൂരിൽ ഉണ്ടാവാൻ സാധിക്കും. ഏതായാലും അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന പേരാവൂരിലെ ജനങ്ങൾ ആർക്ക് കൈകൊടുക്കും? ശൈലജ ടീച്ചർക്ക് കൈകൊടുക്കുമോ, അതോ സണ്ണി ജോസഫിന് തന്നെ കൈകൊടുത്ത് അവിടെ നിലനിർത്തുമോ എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം. മെയ് 4 വരെ കാത്തിരിക്കാം. മറ്റൊരു മണ്ഡലവുമായി വീണ്ടും വരാം വോട്ട് ടോക്കിലൂടെ.